ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, മീഷോയിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം ക്യാഷ് പേ ചെയ്യേണ്ട ഓപ്ഷൻ നോക്കുമ്പോൾ അവിടെ പുതിയൊരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും. ക്യാഷ് ഓൺ ഡെലിവറി UPI പോയിട്ട് മീഷോ പേ ലേറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് മീഷോ പേ ലേറ്റർ എന്താണെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്യാഷ് പേ ചെയ്യുമ്പോൾ UPIയിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ടും ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിരിക്കുന്ന എമൗണ്ടിനേക്കാളും കുറവായിരിക്കും മീഷോ പേ ലേറ്ററിൽ നമ്മൾ പേ ചെയ്യേണ്ടത്. ഓക്കെ, ഈ വീഡിയോ നമുക്ക് മീഷോ പേ ലേറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മീഷോ പേ ലേറ്ററിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ, സാധനം ഇപ്പോൾ വാങ്ങുക, ക്യാഷ് പിന്നീട് പേ ചെയ്യുക. ഇതാണ് മീഷോ പേ ലേറ്റർ. മീഷോ ആപ്പിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം, എന്നാൽ നിങ്ങളുടെ കയ്യിൽ പണമില്ല എങ്കിൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. മീഷോ ആപ്പിലൂടെ പ്രോഡക്റ്റ് ക്യാഷ് പേ ചെയ്യാതെ പർച്ചേസ് ചെയ്തതിന് ശേഷം ആ പ്രോഡക്ട്സിൻ്റെ പർച്ചേസ് എമൗണ്ട് 15 ദിവസത്തിന് ശേഷം ഒരു നിശ്ചിത ഡേറ്റിൽ നമ്മൾ പേ ചെയ്യേണ്ടതാണ്. കൃത്യസമയത്ത് ക്യാഷ് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ഇതിന് പലിശയില്ല, മറ്റ് അധിക ചാർജുകളൊന്നും ഈടാക്കുന്നതല്ല. മീഷോയിലെ ഈ സ്കീം ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിലും ആധാർ കാർഡ് ഡീറ്റെയിലും എൻ്റർ ചെയ്താൽ മാത്രം മതി. ഈ സ്കീം ആക്ടിവേറ്റ് ആകുമ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് നമ്മുടെ മീഷോ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. അതിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് പേ ചെയ്യാവുന്നതാണ്. ഈ സ്കീം യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കുകയും എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്, ഇത് യൂസ് ചെയ്താണ് മീഷോ പേ ലേറ്ററിൽ നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.